ഒരു ശാപമായി മാറിയിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ബിസിനസ് തുടങ്ങാൻ ഇത്രയും നല്ല നല്ല ബിസിനസ് പീപ്പിളൊക്കെ പുറത്തുള്ള സ്റ്റേറ്റ്സിനെയൊക്കെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് എൻ്റെ പുളിയമലുള്ള കുറച്ച് ഏലകൃഷിയുണ്ട് ഞാൻ പറഞ്ഞില്ലേ, അവിടെ പിന്നെ കട്ടപ്പനയിൽ നിന്ന് ഇപ്പുറത്തായിട്ട് മേരിയുള്ള സ്ഥലത്ത് 2.5 ഏക്കർ റബ്ബർ തോട്ടം ഞാൻ വാങ്ങിയിട്ടുണ്ട്. അവിടെ ചെറിയൊരു വീട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു 400 ഇഷ്ടിക, അതായത് ഈ സോളിഡ് ബ്ലോക്ക് 4 ഇഞ്ച് ബ്ലോക്ക്സ് കൊണ്ടുപോയി. അത് അൺലോഡാക്കാനായിട്ട് അൺലോഡ് ചാർജ് എന്നോട് ചോദിച്ചത് എടുത്തിട്ട് ലോറിയിൽ നിന്ന് ഈ കട്ടിങ് ലെവലിൽ നിൽക്കുന്ന വണ്ടി അവിടുത്തെ യൂണിയൻകാരെന്ന് പറഞ്ഞ കൂട്ടിട്ട് എന്നോട് ചോദിച്ച് 2 രൂപയാണ് ഒരു ഇഷ്ടി എടുത്ത് താഴെ വെക്കുന്നതിന്. 2 രൂപ. ആ 800 രൂപയാണ് അൺലോഡിങ് ചാർജ്. ഞാനവരോട് പറഞ്ഞു നിങ്ങളൊരു മര്യാദ ചാർജ് പറയാനും തരാം. എന്നുവെച്ചാൽ ഞാൻ ഇതേ മേഖലയിലോ പണിയെടുത്തിട്ടുള്ള ഒരുത്തനാണ്. ഈ 400 ബ്ലോക്ക് അൺലോഡാക്കുന്നതിന് ഞാൻ 800 രൂപ ഞാൻ തരില്ല. ലാസ്റ്റ് ഞാൻ പറഞ്ഞു 500 രൂപ തരാം. 800 രൂപ തരുകയും വേണം, നിങ്ങൾ അൺലോഡാക്കിയാലും പൈസ എനിക്ക് വേണമെന്നായി. ഞാൻ അങ്ങനെ പല അനുഭവങ്ങളും എനിക്ക് എൻ്റെ നാട്ടിലുണ്ടായി ഈ ജൂനിയൻകാരെ കൊണ്ടുള്ള ബുദ്ധിമുട്ട്. ഇതാണ് നാട്ടിന്റെ ഒരു ശാപം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം അൺലോഡ് ചെയ്യാനുള്ള മെറ്റീരിയലിനെ നോക്കി നിന്ന് അവർ നോക്കുകൂലി മേടിക്കുന്നത് എന്ന് പറഞ്ഞത് വലിയ പ്രശ്നം ഉണ്ടായി. ഞാൻ കൊടുത്തിട്ടില്ല. ലാസ്റ്റ് എൻ്റെ ഏട്ടൻ ഞാനോട് സ്വന്തമായിട്ട് അൺലോഡാക്കി ലോറിക്കാരനെ പിടിച്ചു വെക്കുകയൊക്കെ ചെയ്തോടെ. പക്ഷെ ഞാൻ കൊടുത്തിട്ടില്ല പൈസ, 5 പൈസ കൊടുത്തിട്ടില്ല. വന്നവർ തിരിച്ചു പോകേണ്ടി വന്നു. അപ്പം നമ്മൾ അവരോട് പയറ്റാനുള്ള ശേഷി നമുക്കുണ്ട്. പേടിക്ക് നാട്ടുമ്പുറത്തുള്ള ഈ ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർക്ക് ജൂനിയൻകാരെ പേടിയുണ്ട്. അവരൊന്ന് ഗുണ്ടായിസം കളിക്കുന്നു. ഗുണ്ടായിസം കളിച്ചാൽ നമ്മൾ തിരിച്ച് അതേ പോയിന്റിൽ ഗുണ്ടായിസം കളിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ എത്ര കാലം അവരോട് പയറ്റി നിൽക്കാൻ പറ്റും? വേണ്ട, അത് ഇതാണ് നമ്മുടെ നാട്ടിന്റെ ശാപം. തീർച്ചയായിട്ടും നാട് അത്രയും പൊട്ടൻഷ്യൽ നാടാണ്. നല്ല നേച്ചറുള്ള നാടാണ്. വിദ്യാഭ്യാസം കൊണ്ടും അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. താജ്മഹൽ ഹോട്ടലിൽ ഒരു ചായക്ക് 8 രൂപയുണ്ട്. അവർ ചായ കുടിക്കാനേ കൊള്ളൂല. താഴെ അങ്ങോട്ട് പോയാൽ ആ ബോംബെ ഹോട്ടലിൽ 8 രൂപയുണ്ട് ചായ. മനുഷ്യൻ കുടിക്കില്ല. കേരളക്കാരൻ വന്നാൽ കുടിച്ചാൽ അവൻ അപ്പം ഛർദ്ദിക്കും. ഇപ്പുറത്തെ പട്ടൻ്റെ ഹോട്ടലിൽ വന്ന് 7 രൂപയുടെ ചായ ഉണ്ട്, 6 രൂപയുടെ ചായ ഉണ്ട്, 5 രൂപയുടെ ഉണ്ട്. നമ്മുടെ കേരളത്തിൽ ഇവിടെ ഈ ഹോട്ടലിൽ 5 രൂപ ഉണ്ടെങ്കിൽ ഈ സിറ്റി കംപ്ലീറ്റ് 5 രൂപ ആയിരിക്കണം. അതൊക്കെ ഒരു നല്ല ഏരിയയാണ്. ഈ കർണാടക ഗവൺമെൻറ് സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ നിൻ്റെ പീടികയിൽ നിൻ്റെ കടയിൽ നിനക്ക് ഇഷ്ടമുള്ളവർക്ക് സാധനം വിൽക്കാം. അതാണ് ഇവിടുത്തെ റൂൾസ്. അത് ബോർഡ് വെക്കാനില്ല, റേറ്റ് വെക്കാനില്ല, ഒന്നുമില്ല. ഞാൻ നോക്കുമ്പോൾ ഞാൻ പിന്നെ ഈ നാട്ടിൽ തന്നെ പിടിച്ചു നിൽക്കാൻ കാരണം ഇവിടെ ജീവിക്കാൻ നല്ല നാടാണ്. നമ്മൾ നമ്മുടേതായ മാർഗത്തിൽ കൂടെ പോവുക. മറ്റൊരാളിനെ ചൂഷണം ചെയ്യാനോ ചോദ്യം ചെയ്യാനോ പാടില്ല. നമ്മൾ നമ്മുടെ വഴിക്ക് പോയാൽ സുഖമായി നാട്ടിൽ ജീവിക്കാൻ. നല്ല മനുഷ്യരുമാണ്, നല്ല മനുഷ്യന്മാരാണ്. ഈ നമ്മൾ ഒത്തിരി എപ്പിസോഡ്സ് തമിഴ്നാട്ടിൽ എടുത്തിട്ടുണ്ട്, ഇപ്പോൾ ഒത്തിരി എപ്പിസോഡ്സ് നമ്മൾ കർണാടകയിൽ എടുക്കുന്നുണ്ട്. എല്ലാവരും പറഞ്ഞ കേരളത്തിൻ്റെ തൊട്ട സ്റ്റേറ്റ്സായ ഈ സ്റ്റേറ്റ്സിലൊക്കെ ജീവിക്കാൻ നല്ല സുഖമാണ്, നല്ല നാടാണ്. ഇവിടുത്തെ മനുഷ്യന്മാരും അതുപോലെ തന്നെ സ്നേഹിക്കാൻ കൊള്ളുന്നവരെ നല്ലവരുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇത്രയും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സിറ്റി കോർപ്പറേഷനുള്ളിൽ എല്ലാ വിധത്തിലുള്ളവരും ഉണ്ടാവുമല്ലോ. അതേപോലെയുള്ള കുറവുകളുണ്ട്. നമ്മളങ്ങോട്ട് ശ്രദ്ധിക്കാൻ വേണം. നമ്മൾ നമ്മുടെ വഴിക്ക് പോയാൽ എന്ത് പ്രശ്നമില്ല. നമ്മുടെ നാട്ടിൽ നല്ല മലയാളീസ് എന്ന് പറയുമ്പോൾ തന്നെ പൊതുവേ നല്ല കഴിവുള്ള ആൾക്കാരാണ്, നല്ല പഠിച്ച ആൾക്കാരാണ്. പക്ഷേ നല്ല നേച്ചർ സോഴ്സ് ഉണ്ട്. പക്ഷെ ഒന്നും കൊണ്ട് നമ്മുടെ നാട് നന്നാവാത്തതിനെ കാരണം പൊളിറ്റിക്സ്. ഞങ്ങളിവിടെ ഏറ്റവും വെറുക്കപ്പെടുന്നത് മലയാളീസിനെയാണ്. ഒന്നാമത്തെ കാരണം ഇവിടുത്തെ സ്റ്റുഡൻസ്. ഞങ്ങൾ ഏറ്റവും ചില സമയത്ത് ഫാൻറ് ഞാൻ ഉപയോഗിക്കുന്ന കുറവാണ്. ചില സന്ദർഭങ്ങളിൽ ചില സ്ഥലത്ത് പോകുമ്പോൾ ഫാൻറ് മാത്രം ഇട്ടുകൊണ്ടേ പോകുള്ളൂ. ഈ മുണ്ട് എടുത്തു കഴിഞ്ഞാൽ മലയാളിന്ന് അറിയും. മറ്റുള്ളവർ മലയാളീസ് എന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മറവിന്. അതായത് മേഡം, നിങ്ങൾ ഈ ക്യാമറയും പിടിച്ചിട്ട് ഒരു ഞായറാഴ്ച ദിവസം 44 നമ്പർ ബസ്സിൽ കയറുക, ഉള്ളാളം ബീച്ചിൽ പോവുക, പനമ്പൂർ ബീച്ചിൽ പോവുക. അവിടെ പോയി ക്യാമറ നിങ്ങൾ ആരും കാണാൻ സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് പലതും ഷൂട്ട് ചെയ്യാൻ കാണും. അത് കംപ്ലീറ്റ് മലയാളീസ്, ലേഡീസും ജെൻസും കുട്ടികളാണ്. ഈ ഹോസ്റ്റലിൽ നിന്ന് പഠിപ്പിക്കുക. കാരണന്മാർ കഷ്ടപ്പെട്ടിട്ട് മക്കൾ നല്ല നിലയിൽ വരാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കഷ്ടപ്പെടുന്ന പോലെ കഷ്ടപ്പെട്ടിട്ട് നല്ല നിലയിൽ വരണമെന്ന് ആഗ്രഹിച്ച് വിടുന്നു ആ കുട്ടികളാണ്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ സൈറ്റ് വന്നില്ലേ, ഇപ്പോൾ സമയം 5:30 മണിയായി. ഇപ്പോൾ തിരിച്ച് നിങ്ങൾ വരുന്നെങ്കിൽ ആ റോഡ് സൈഡിലൊക്കെ ഒരു കാഴ്ച കാണാം. മൊബൈൽ ഫോണൊക്കെ പിടിച്ചിട്ട് കുട്ടികളൊക്കെ എത്ര സമയം, ഒരു യാതൊരു ലജ്ജയില്ലാതെ. മലയാളീസ് ഇപ്പോൾ കുറച്ച് കുറവായിരിക്കുന്നു. ഞങ്ങളുടെ വലിയ പ്രശ്നം വരെ ഉണ്ടാക്കണം. കേരള സമാജത്തിലൊക്കെ ഞങ്ങൾ പ്രശ്നം വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ കുറേ കാരണവന്മാരെ വിളിക്കുക, അവരുടെ നമ്പർ എടുക്കുക, അവരെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ട് കുറച്ച് കുറവായിരിക്കുന്നു. ഇപ്പോൾ അതേ ഉള്ളൂ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ശാപം. മലയാളീസ് പറയാൻ നാണക്കേട്
അതാണ് തീർച്ചയായിട്ടും ഈ ഇതൊക്കെ മാറി കിട്ടും. തീർച്ചയായിട്ടും കേരളം ഒരു നല്ല ഭൂമിയായിട്ട് മാറും. മാത്രമല്ല നല്ല ഭൂമിയായി മാറണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയക്കാരെ ഒന്ന് കൺട്രോൾ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവുക. ഇവരുടെ അഴിഞ്ഞാട്ടം ഇതൊക്കെ മാറണം. ഞാൻ പാലക്കാട് വർക്ക് ചെയ്യുമ്പോൾ അവിടെ തമിഴ്നാട്ടിൽ നിന്ന് ഒരു സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞ ഒരുത്തൻ ചെറിയൊരു അലുമിനിയത്തിൻ്റെ ഫാബ്രിക്കേഷൻ്റെ ഒക്കെ ഉണ്ടാക്കുന്ന ചെറിയൊരു ഫാക്ടറി ഇട്ട് കമ്പനി. ആ കമ്പനിയെല്ലാം വർക്ക് ചെയ്തു. സ്റ്റാർട്ടിങ് കഴിഞ്ഞ് ഓപ്പണിങ് കഴിഞ്ഞതിന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കോൺഗ്രസിൻ്റെ നേതാവ് പറഞ്ഞു 5000 രൂപ മാമൂല് കൊടുക്കണമെന്ന്. ഇവൻ സാമ്പത്തികമായിട്ട് വളരെയധികം ബാങ്ക് ലോൺ വരെ അടയ്ക്കാൻ കഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു. അവൻ നല്ല ഡിഗ്രി എടുത്തവനാണ്. വളരെ എഞ്ചിനീയറിംഗ് നല്ല പാസ്സായി നല്ല കുടുംബമാണ്. വേണ്ട കേരളത്തിൽ വേണ്ടെന്ന് എൻ്റെ അപ്പം പറഞ്ഞിട്ടും കൂടെ ഇവൻ വന്നവനാണ്. ഇവൻ്റെ ഒരു ഫ്രണ്ട്സിൻ്റെ ക്ഷണപ്രകാരം ലാസ്റ്റ് രാത്രിയോട് രാത്രി അവനെ തല്ലി ഓടിച്ചു എന്നുള്ളതാണ് ഇവിടുന്ന്. ഈ രാഷ്ട്രീയ നേതാവ് ഒരു മാമൂല് കൊടുത്തില്ല. അപ്പൊ ഇതേപോലുള്ള അനുഭവമാണ് നമ്മുടെ കേരളത്തിലെ എന്നെ പോലുള്ളവർ കേരളം വിടാനുള്ള കാരണം. അനുഭവമാണ് എല്ലാവർക്കും ഇപ്പോൾ പാടായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവും. നല്ല രീതിയിൽ നമ്മുടെ നാട് മാറും. എന്തായാലും സാറിൻ്റെ ഇത്രയും ഒരു അരമണിക്കൂർ എന്ന് പറയുന്നത് പോരാ. സാറിൻ്റെ ജീവിതം തന്നെ ഒരു തുറന്ന പുസ്തകമാണ്. കുറേ പഠിച്ചെടുക്കാനുണ്ട്. വളരെ നല്ല ഒരു രീതിയിലാണ് നമുക്ക് പ്രസൻറ്റ് ചെയ്ത്. എന്തായാലും ദൈവം ഇനിയും നിങ്ങൾക്ക് ഈ കഴിവ് കുറച്ചും കൂടി നല്ല ഹൈ നല്ല നിറയെ പേർക്ക് നിങ്ങളെ മൂലം നല്ല ജോലി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യണം. നന്ദി, നമസ്കാരം. ഈ പ്രോഗ്രാം കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും ഈ ചാനലിൻ്റെ പ്രോഗ്രാം സംഘാടകർക്കും എല്ലാവർക്കും എൻ്റെ ഗ്രേസ് കൺസ്ട്രക്ഷൻ്റെയും എൻ്റെയും പേരിൽ നന്ദി, നമസ്കാരം. എന്തായിരുന്നാലും ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദ ഗ്രേസ് കൺസ്ട്രക്ഷൻ്റെ പ്രൊപ്രൈറ്ററായ മിസ്റ്റർ ജോൺ സർ പറഞ്ഞത് സത്യമാണ്. തീർച്ചയായിട്ടും ഒരു ആൾക്ക് ഒരു മേഖലയോട് കൂടി തീർച്ചയായിട്ടും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ സക്സസ്ഫുൾ ആയിട്ട് വരാൻ പറ്റുള്ളൂ. സോ യു ഹാവ് ടു പുട്ട് ഓൾ യുവർ ഇൻട്രസ്റ്റ് ആൻഡ് ഹാർഡ് വർക്ക് ആൻഡ് സിൻസിയറിറ്റി ഇൻ ടു ദ ബിസിനസ് വിച്ച് യു ആർ ഡൂയിങ്. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സക്സസ് ഇസ് ഓൾ അവേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഐ എം ജസ്റ്റ് കൺക്ലൂഡിംഗ് ദിസ് എപ്പിസോഡ് ഹിയർ. I'll meet you all in a nice fantastic episode next time. Until then, it's me Smitha signing off. Bye bye.